സ്തോത്രം. നമുക്ക് ചിന്തിച്ചു വരുന്ന വേദഭാഗങ്ങളിലേക്കും വിഷയത്തിലേക്കും പോകാം. നമ്മൾ ഈ മാസത്തെ തീമായിട്ട് എടുത്തിരിക്കുന്ന വിഷയത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ചിന്തിച്ച വിഷയം ഏതായിരുന്നു? ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവ സാന്നിധ്യം എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച വിഷയം. ഞാൻ 3 ഡൈമെൻഷൻസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഗോഡ് പറഞ്ഞു. ഹൗ മെനി ഓഫ് യു റിമെമ്പർ ദാറ്റ്? എത്ര പേര് ഓർക്കുന്നോ? എന്തുവാ ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാ? ഉറക്കപ്പറ. Omnipresence, manifestation of presence of God, indwelling presence of God. Okay, manifestation of presence of God, indwelling presence of God. ഇതെല്ലാം നമ്മൾ വിശദമായി 3 ഡൈമെൻഷൻ, 3 വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി. അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിച്ച വിഷയമായിരുന്നു എവിടെയാണ് ദൈവം വസിക്കുന്നത്. തമ്പിയുടെ ഹൃദയത്തെക്കുറിച്ച്, ഹാർട്ട് ഓഫ് തമ്പി എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു അല്ലേ? സ്തോത്രം. I believe that you got the PDF format of, അല്ലേ? Have you received that? How many you got it? എത്ര പേർക്ക് കിട്ടി? കുഞ്ഞുങ്ങളുടെ അറിയാം. ഇതിൻ്റെ PDF ഫോർമാറ്റ് കിട്ടി എത്ര പേരുണ്ട്? കിട്ടിയില്ലേ? ആർക്കും കിട്ടിയില്ലേ? കിട്ടിയവരെ കയ്യിൽ നിന്ന് ഉയർത്ത്, പൊങ്ങട്ടെ, നന്നായി ഉയരട്ടെ. ഓക്കെ, ഇത് എത്ര പേര് വായിച്ച്? വായിച്ച എത്ര പേരുണ്ട്? വായിച്ചു. ഓക്കെ, ഗുഡ് ഗേൾ, വെരി ഗുഡ്. ഓക്കെ, വായിച്ചോ? നിങ്ങൾ എത്ര പേര് വായിച്ചു? ഓക്കെ, വായിച്ചു. 2 പേര് വായിച്ചു. ബാക്കിയുള്ളവരാരും വായിച്ചില്ല. എന്തിനാ കിട്ടിയേ? എന്തിനാ അയച്ചു തന്നേ? കാണാനോ? നല്ല പടമാണ്, ഒരു ഹാർട്ടുണ്ട്, അതിനകത്ത് കുറേ പുലിയും മയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണാമെന്ന് വിചാരിച്ച് അയച്ചു തന്നെയാണ്. റീഡ് ഇറ്റ്. ഓക്കെ, എല്ലാവരും വായിക്കണത്. ഓക്കെ, ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി. ദൈവ സാന്നിധ്യം എവിടെ വസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, നിങ്ങളും വായിക്കാൻ നല്ലതാണ്, ആവശ്യമാണ്, വായിക്കണം. ഓക്കെ, ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് വായിച്ചിരിക്കണം കേട്ടോ. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കും. നമ്മളിൽ തന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് കാണാൻ പറ്റും. നമ്മുടെ അകത്ത് ആരൊക്കെയാണ് കുടിവാസം ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, നമ്മൾ 3 ഡൈമെൻഷൻസ് ചിന്തിച്ചു. ഒംനിപ്രസൻസ്, ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് ഓഫ് ഗാഡ്. ഇന്ന് പകൽക്കാലം അതിൻ്റെ 4ാമത്തെ ഡൈമെൻഷൻ നമ്മൾ ചിന്തിക്കുന്നത് ദ പ്രോമിസ് പ്രസൻസ് ഓഫ് ഗാഡ്. സ്തോത്രം. വാഗ്ദത്തം ചെയ്യപ്പെട്ട ദൈവ സാന്നിധ്യം. വായിച്ചേ, മാത്യു 28, മത്തായിയുടെ സുവിശേഷം 28 20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളിച്ചെയ്തു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. സ്തോത്രം. പുറപ്പാട് പുസ്തകം 33:15. അവനവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങളെ അയക്കരുതേ. സ്തോത്രം. ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രാരംഭത്തിൽ ദൈവം തൻ്റെ ശിഷ്യന്മാരോട്, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്രോമിസ് വിച്ച് ഗോഡ് ഹാസ് ഗിവൻ ടു അവർ ലൈഫ് ഈസ് ഹിസ് പ്രസൻസ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് എന്താ? ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശിഷ്യന്മാരോട് പറയാ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. സ്തോത്രം. അപ്പോൾ ഈ ഒരു പ്രത്യേക വാഗ്ദത്തം തൻ്റെ ശിഷ്യന്മാർക്ക് ദൈവം നൽകിയ ആ വാഗ്ദത്തമാണ് എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത്. സ്തോത്രം. ഇതെല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യവുമല്ല. പിന്നെയോ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, അതിന് മുകളിൽ ഒരു ദൗത്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക ദൗത്യത്തിനു വേണ്ടി, സ്തോത്രം, പ്രത്യേകമായ വ്യക്തികൾക്ക് പ്രത്യേക സമയത്ത് നൽകപ്പെടുന്ന ഒരു പ്രോമിസാണ് ദ പ്രോമിസ് ഓഫ് ഹിസ് പ്രസൻസ്. അതെല്ലാവർക്കും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ദൈവം പ്രത്യേകമായി നൽകപ്പെടുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ഈ പ്രസൻസ് ഇല്ലാതെ, ഈ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദൈവ സാന്നിധ്യമില്ലാതെ ഒരുവനിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. If God has given a task in your life, you need the presence of God to accomplish that task. ഏതു കർത്താവിൻ്റെ വേലയിലായിക്കോട്ടെ,
നിങ്ങളുടെ ജീവിതത്തിലൊരു ദൗത്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന, ഇവിടെ കൂടെ വരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. തിരുവചനം നമ്മൾ പഠിച്ചാൽ തിരുവചനത്തിൽ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്ത ഈ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് തിരുവചനത്തിൽ പല ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യെരമ്യാവിനെ കുറിച്ച് പഠിച്ചാൽ, യിശയ്യാവിനെ കുറിച്ച് പഠിച്ചാൽ, അതിൽ എവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം അവരുടെ ദൗത്യത്തിന് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ്. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ വായിച്ചാൽ അതിന്റെ 40-ാം അധ്യായത്തിൽ കാണാം. യെരമ്യാവിന്റെ പുസ്തകം മുന്നേ വായിച്ചു. യെരമ്യാവിന്റെ 1-ാം വാക്യം 1-ാം അധ്യായം 8-ാം വാക്യം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു ദൗത്യം യെരമ്യാവിനെ ദൈവം ഏൽപ്പിക്കുമ്പോൾ ദൈവം പറയാണ്, നീ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇറ്റ്സ് എ പ്രോമിസ്ഡ് പ്രസൻസ് ആണ്. ദൈവം വാഗ്ദത്തം ചെയ്യുക, ഞാൻ നിന്നോട്. ഇത് കർത്താവ് അവനോട് കൂടെ, അവൻ പ്രവാചകനാണ്, അവൻ ദൈവഭക്തനാണ്, അവനോട് കൂടെ ഓൾവേസ് ആ ദൈവ സാന്നിധ്യമുണ്ട്. The omnipresence is with there. The God's indwelling presence, ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെയുണ്ട്. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഉപരിയായി a promise is given. എന്താ? എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇസഹാക്കിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസഹാക്ക്, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. ഞാൻ ഇവിടെ ദൈവം എംഫസൈസ് ചെയ്യാണ് the promise. God is given a promise to Isaac. My presence is with you. Okay. യാക്കോബിനോടുള്ള ബന്ധത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28:15 യാക്കോബിനോട് ദൈവം പറയുന്നു, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തി. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും. യാക്കോബേ, നീ എവിടെ പോയാലും എൻ്റെ സാന്നിധ്യം നിന്റെ മേൽ ഞാൻ വാഗ്ദത്തം ചെയ്യുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ഇത് ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒരു പ്രോമിസ്ഡ് പ്രസൻസ് ഓഫ് ഗോഡ് ആണ്. ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു ദൈവ സാന്നിധ്യമാണ് ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമുക്കതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റ് ഭാഗം പിന്നിലെ അതിന് ശേഷം പ്രകാരം വരുന്നതായിരിക്കും. ഇവിടെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നൽകപ്പെട്ട ഒട്ടനവധി പേരെക്കുറിച്ച് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നെങ്കിലും എല്ലാവരെ കുറിച്ച്, ഈ പറയപ്പെട്ട യാക്കോബിനെ കുറിച്ചോ ഇസഹാക്കിനെ കുറിച്ചോ ഇവരെ കുറിച്ചോ എല്ലാം പറഞ്ഞു പോകാനുള്ള സമയമില്ല. പക്ഷെ ഞാൻ അതിനകത്ത് ഒറ്റ വ്യക്തി എടുക്കാം, മോശയോടുള്ള ബന്ധത്തിൽ. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തിൻ്റെ വില എത്ര വലുതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് മോശ. ഇപ്പം നിങ്ങൾ അത് നോക്കണ്ട, ഇപ്പം ആ റെഫറൻസ് മാത്രം നോക്കിയാൽ താഴോട്ട് നോക്കണ്ട, താഴോട്ട് പറയുമ്പോൾ ഞാൻ പറയാം. ഓക്കെ. ദൈവസാന്നിധ്യത്തിൻ്റെ വലിപ്പം, അതിൻ്റെ ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ ആവശ്യകത വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് മോശ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ മോശയ്ക്ക് തന്നെ ഒരു ബോധ്യമുണ്ടായി, അയ്യോ ദൈവസാന്നിധ്യം പോയോ, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടോ. സ്തോത്രം എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടായി. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരുവചനത്തിൽ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല, അടുത്ത ആഴ്ചകളിൽ അതിലേക്ക് പോകാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ, സ്തോത്രം, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ അനുഭവമുണ്ടായി. അതിനെക്കുറിച്ച് ആ 32-ാം അധ്യായത്തിൽ, സ്തോത്രം, നമുക്ക് കാണാൻ കഴിയുന്നത് 32-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 32-ാം അധ്യായം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇരുണ്ട അധ്യായമായിരുന്നു. എന്തെന്നാൽ അവർ വിളികെട്ട്, ദൈവത്തിൻ്റെ വിളികെട്ട് ഇറങ്ങിത്തിരിച്ച്, ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിച്ച്, അവൻ്റെ നന്മകളെ ആസ്വദിച്ചിട്ട്, ദൈവം നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും ദൈവത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും അന്യപ്പെട്ടു പോയി ദൈവകൽപ്പന ലംഘിച്ച ഒരു ജനത്തെക്കുറിച്ച് 32-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ കാണാൻ കഴിയുന്ന വിഷയം, ദൈവ ദുശാഠ്യമുള്ള ജനം ദൈവത്തോട് പാപം ചെയ്തപ്പോൾ ദൈവം ലിറ്ററലി ആ സാന്നിധ്യം പിൻവലിച്ചു.
ദൈവസ്ഥാനത്തും പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലാക്കിയ മോശ, അതേ തുടർന്ന് ദൈവം തന്റെ സാന്നിധ്യം പിൻവലിച്ചിട്ട് മോശയോട് പറയുന്ന കാര്യങ്ങളാണ് ഈ 32-ാം അധ്യായത്തിന്റെ പല ഭാഗങ്ങളിലും. 9-ാം വാക്യം, ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുഷ്ടാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. മതി, ശ്രദ്ധിക്കണേ. ഇവിടെ ഇപ്പോൾ സംഭവിച്ച കാര്യം, ജനം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ജനം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് മാറ്റിയിട്ട് അവൻ പറയാ, ഞാൻ മടുത്തു, ഈ ജനത്തെ കൊണ്ട് മടുത്തു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ, ഞാൻ ഈ ജനത്തെ സംഹരിക്കാൻ പോകുക. എനിക്കിതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം പറയാ, സ്തോത്രം. ഇത് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ജനത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ദൈവം പറയുന്നത് അത് മാത്രമല്ല, എന്നിട്ട് താഴോട് പറയാ, 10-ാം വാക്യം കൊണ്ട് വായിച്ചോ. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത്. മതി, നിൽക്കട്ടെ. ഇവിടെ ഇത്രയും സംഭവിച്ചു കഴിയുമ്പോൾ മോശയുടെ അടുത്ത പ്രോമിസ് ഇങ്ങോട്ട് വരിക. എവിടാ? ആർക്കാണ് ഈ വലിയ ജാതിയാക്കാമെന്ന് ദൈവം പറഞ്ഞിരുന്നത്? അബ്രഹാമിനോട് പറഞ്ഞു, ആ ഇസ്രായേൽ ജനത്തോട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ വാഗ്ദത്തത്തിനൊരു ഡൈവേർഷൻ കൊടുക്കുക. മോശയോട് പറയാം, മോശേ, ഞാനിനി ജനത്തെ മുന്നോട്ട് നയിക്കത്തില്ല, ഈ ജനത്തിന്റെ കൂടെ ഞാൻ ഇനി വരത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ പേര് വലുതാക്കാം. യു ടേക്ക് ദീസ് പീപ്പിൾ, നീ ഈ ജനത്തെ എടുത്തോ. എന്നിട്ട് പറയാ, നീ ഈ ജനത്തെ കൊണ്ടുപോകണം. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 10-ാം വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത്, യഹോവേ നീ മഹാബലം കൊണ്ടും. ഓക്കെ, ഇനി 11-ാം വാക്യം, മോശ ദൈവം പറയുന്ന കാര്യം പറയാ. യഹോവേ നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? ഓക്കെ, അവിടെ നിൽക്കണേ. ഇപ്പൊ ഇവിടെ ജനത്തെ നോടുള്ള ബന്ധത്തിൽ ദൈവം മടുത്തു. ഇനി ദൈവം ഈ ജനത്തോട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം മോശയോട് പറയാ, ഞാൻ ഈ ജനത്തെ സംഹരിക്കാൻ പോകുക, എനിക്കിനി വഹിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എപ്പോഴാ? ജനം ദുശാഠ്യമായുള്ളതായപ്പോൾ, പാപം ചെയ്തപ്പോൾ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രതികരണം കണ്ടോ? ദൈവം പറയാ, മടുത്തു, ഞാൻ ഇനി മുന്നോട്ട് കൊണ്ട് നയിക്കത്തില്ല ജനത്തെ, ഞാൻ ഈ ജനത്തെ സംഹരിക്കാൻ പോകുക. ശ്രദ്ധിക്കണം, ഒരിക്കലും ഇപ്പോഴും അത് തന്നെയാണ്. ദൈവത്തിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, ദൈവത്തോടുള്ള മറുതലിപ്പ്. ഹല്ലേലൂയ. അത് ദൈവസന്നിധി വിട്ടുപോകുന്നതിന് തുല്യമാണ്. ദൈവത്തോട് പാപം ചെയ്യുന്ന, ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവത്തിന്റെ വഴികളിൽ നിന്ന് അകന്നു മാറുന്നത് നീ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നതിന് തുല്യമാ. അത് ദൈവത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം നീ ഇത്രയും നന്മ അനുഭവിച്ചിട്ട്, ഇത്രയും കരുതലുകൾ അനുഭവിച്ചിട്ട്, ഇത്രയും മാത്രം ദൈവത്തിന്റെ സുരക്ഷിതത്വവും സംരക്ഷണവും ജീവിതത്തിൽ വ്യക്തമായി അനുഭവിച്ചിട്ട് ദൈവത്തോട് നന്ദി കെട്ട ജനമായി ഇസ്രായേൽ മാറിയപ്പോൾ അവരോടുള്ള ദൈവത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നമ്മളെ കുറിച്ച് പലപ്പോഴും ദൈവത്തിന് അന്യപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ദുഃഖിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മോശ പറയുന്നു, ദൈവവും മോശയും തമ്മിലൊരു കോൺവെർസേഷനാ നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തോട് പറയാ, ദൈവമേ നീ അങ്ങനെ ചെയ്യരുത്. ഇവിടെ മോശയ്ക്കൊരു വാഗ്ദത്തം കൊടുക്കാൻ, ഞാൻ നിന്റെ പേര് വലുതാക്കാം, അല്ലേ? അപ്പൊ ഇത്രയും ഒരു വലിയ വാഗ്ദത്തമാണ് മോശയ്ക്ക് ലഭിക്കുന്നത്. പക്ഷേ മോശയ്ക്ക് അതല്ലായിരുന്നു ആവശ്യം. അവനാവശ്യം ദൈവത്തോടു കൂടെ ദൈവ സാന്നിധ്യം പുറണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ മോശയും ദൈവവും തമ്മിലുള്ളൊരു ഒരു സംഭാഷണമാണ് ഈ 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ കാണുന്നത്. അവസാനം മോശയുടെ വാക്കിന് ദൈവം കീഴ്പ്പെട്ടു. കണ്ടോ? അവിടെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കണ്ടോ, അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. കണ്ടോ? മോശ ദൈവത്തിൽ ഇടിവിൽ നിൽക്കുക. ആർക്ക് വേണ്ടിയാ? ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നു. അവന്റെ പേര് വലുതാകുന്നതാണോ മോശയ്ക്ക് വിഷയം? അല്ല. ഇന്നത്തെ കാലഘട്ടം തിരിച്ചതാ. ഒരു അനുഗ്രഹം നമ്മളെ വലുതാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലങ്ങ് സന്തോഷിക്കും. പക്ഷെ മോശയ്ക്ക് അതല്ലായിരുന്നു ആവശ്യം. മോശയ്ക്ക് ആവശ്യം തൻ്റെ ജനത്തിൻ്റെ നാശം അവന് കാണാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവവുമായിട്ട് സംഭാഷണം ചെയ്തു. എന്നിട്ട് പറയാ, ദൈവം അനുതപിച്ചു. ഇവിടെ അനുതപിച്ചത് ആരാ? ജനം അനുതപിച്ചില്ല. അനുതപിച്ചോ? ഇല്ല, ദൈവം അനുതപിച്ചു. കാരണം ദൈവം പിതാക്കന്മാരോട് ചെയ്തൊരു വാഗ്ദത്തമുണ്ട്, അത് ദൈവത്തിന് മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം താൻ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. എന്നിട്ട് വീണ്ടും ഇത്രയും കഴിഞ്ഞിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ മോശ ദൈവസന്നിധിയിൽ നിന്ന് മധ്യസ്ഥ വഹിക്കുക. അതിന്റെ 28-ാം വാക്യം, ലേവ്യർ മോശ
ഉം. 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 മോശ പറഞ്ഞു. ആ ആ ആ ആ ആ ശ്രദ്ധിക്കണേ, ഇവിടെ വീണ്ടും മോശ ദൈവസന്നിധിയിൽ നിന്ന് ഇടിവിൽ നിൽക്കുക. ഇവിടെ പർവ്വതത്തിൽ വെച്ചുള്ള സംഭാഷണങ്ങളായി 32-ാം അധ്യായത്തിൽ, സീനായി പർവ്വതത്തിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങളാ 32-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ സ്തോത്രം, ഇത്രയൊക്കെ കാര്യങ്ങൾ ദൈവമായിട്ട് സംഭാഷണം ചെയ്ത് ദൈവത്തിൻ്റെ മനസ്സിനെ ഒന്ന് അലിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. 34-ാം വാക്യത്തിൽ വായിച്ചേ. ആ ആ കണ്ടോ, ശ്രദ്ധിച്ചേ. ഇപ്പൊ മോശയോട് ദൈവം പറയാ, എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റത്തില്ല, ബട്ട് എനിക്ക് വേണ്ട, ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദീസ് പീപ്പിൾ, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഐ ആം നോട്ട് ഗോയിങ് ടു കം വിത്ത് യു, ബട്ട് വൺ തിങ് യു ക്യാൻ ഡു, യു ടേക്ക് ഇറ്റ്, യു ടേക്ക് ദിസ് പീപ്പിൾ ആൻഡ് യു ലീഡ് ദിസ് പീപ്പിൾ, ബട്ട് ഐ വിൽ നോട്ട് കം വിത്ത് യു. ഒരു കാര്യം ഞാൻ ചെയ്യാം, എൻ്റെ ദൂതനെ നിനക്ക് വേണമെങ്കിൽ കൂടെ വരും. ശ്രദ്ധിച്ചോ, ആ ട്വിസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ധനത്തിൻ്റെ നാശം മാറ്റിയിട്ട് ഇവിടെ മോശയോട് പറയാം, മോശേ, ഈ ജനത്തെ എനിക്കിനി വെച്ച് പൊറിപ്പിക്കാനോ അവരുടെ കൂടെ വരാനോ എനിക്ക് പറ്റത്തില്ല, ഞാൻ വരത്തില്ല, യു ടേക്ക് ഇറ്റ്, നീ എടുത്തോ ഈ ജനത്തെ, പക്ഷേ ഞാൻ നിന്റെ കൂടെ വരത്തില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്താ, ദൂതനെ. സ്തോത്രം. അപ്പോ ഇവിടെ ദൂതന്റെ സാന്നിധ്യത്തെ പ്രോമിസ് ചെയ്തിട്ടും ഈ ദൂതന്റെ സാന്നിധ്യം കൊണ്ട് തൃപ്തി വരാത്ത മോശ, മനസ്സിലായോ? ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷയാണ് 33-ാം അധ്യായത്തിൽ കാണുന്നത്. 32-ാം അധ്യായത്തിൽ ദൈവം ദൂതന്റെ സാന്നിധ്യം പ്രോമിസ് ചെയ്തു, പക്ഷേ അതിൽ മോശ സംതൃപ്തനല്ല. ദൂതന്റെ സാന്നിധ്യമല്ല മോശയ്ക്ക് ആവശ്യം. സ്തോത്രം. അങ്ങനെ 33-ാം അധ്യായം 12-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷ കാണാം. വായിച്ചേ. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോകാ എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. എന്നോട് നീ കൽപ്പിച്ചല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കണമെന്ന് അറിയിച്ചു തന്നില്ല. മതി. ശ്രദ്ധിച്ചേ, ഇവിടെ ദൈവം മോശയോട് പറഞ്ഞു, നീ ജനത്തെ കൊണ്ടുപോയിക്കോ. ഇപ്പൊ മോശ പറയുന്നത്, നീ എന്നോട് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞു, പക്ഷേ ആരെ എൻ്റെ കൂടെ വിടും? അതിന്റെ അർത്ഥം എന്താ? ആദ്യമേ ദൈവം എന്താ പറഞ്ഞു? ദൂതനെ അയക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ദാറ്റ് മീൻസ് മോശ ദൈവത്തിൻ്റെ ദൂതന്റെ സാന്നിധ്യം കൊണ്ട് തൃപ്തനല്ല. അവന് വേണ്ടത് എന്താ? അപ്പോൾ ഇവിടെ ദൈവത്തോട് മോശ പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ. വായിച്ചേ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഈ മോശ ഇത്രയും പിടിവാശ പിടിച്ചതിന്റെ കാരണം എന്താ അറിയാമോ? മോശയ്ക്കറിയാം ദൈവത്തിന്റെ സാന്നിധ്യം കൂടാതെ തനിക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റതെന്ന് മോശയ്ക്കറിയാം. സ്തോത്രം. മാത്രമല്ല, മോസസ് ഡസന്റ് വാണ്ട് ടു ടേക്ക് വൺ സ്റ്റെപ്പ് അപ്പാർട്ട് ഫ്രം ദി ഫുൾനെസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ആ പൂർണ്ണമായ ദൈവ സാന്നിധ്യമില്ലാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കുവാൻ മോശ തയ്യാറായില്ല. ഇത് മോശ പറയുമ്പോൾ, സ്തോത്രം, മോശ ഇത് പറയുമ്പോൾ ദൈവം മോശയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കർത്താവേ, കൊണ്ടുപോകാൻ പറഞ്ഞു, പക്ഷെ ആരെ അയക്കേണ്ടു എന്ന് എന്നോട് നീ അറിയിച്ചെന്നില്ല. ഇത് മോശ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. തടിച്ച നാമുള്ള വിക്കനായ മോശയുടെ ബലഹീനതയെ തരണം ചെയ്യുവാൻ ദൈവം കൊടുത്ത ആരുണ്ട് കൂടെ? അഹരോൻ കൂടെയുണ്ട്. ഓക്കെ, തീർന്നില്ല. പർവ്വതത്തിൽ കയറിപ്പോയ മോശയോട് കൂടെ ആരുണ്ട്? യോശുവയുണ്ട്. അവിടെയും തീർന്നില്ല. പാളയത്തിൽ യുദ്ധം നടക്കുമ്പോൾ മോശയുടെ കൈ തളർന്നു പോയാൽ യുദ്ധം പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ കൈക്ക് പിടിച്ചുയർത്താൻ യുദ്ധം ജയിക്കുവാൻ വേണ്ടി ഈ സാഹചര്യത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടെന്നറിയാമോ? ഹൂരും അഹരോനും കൂടെ ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ കൂടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ ഈ മോശ ചോദിക്കുന്നേ, നീ ആരെ എന്നോട് അയക്കുന്നില്ലെന്ന്? ഇപ്പൊ ഇത്രയും പേരുണ്ടെങ്കിൽ പോരെ? ഇത്രയും പേരുണ്ട്, പക്ഷേ മോശയ്ക്ക് ആവശ്യം, ഹല്ലേലൂയ, ഈ ജനത്തെ ഇവരെയൊക്കെ കൂടെ ഉള്ളപ്പോൾ മോശ പിന്നെയും ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ, നീ ആരെ അയക്കുമെന്ന് പറഞ്ഞില്ല. ഈ മോശ ഈ ദൈവത്തെ അടുത്തറിഞ്ഞപ്പോൾ അവൻ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി. ആരെല്ലാം കൂടെയുണ്ടെങ്കിലും, കൂടെയുള്ളവർ എത്ര കഴിവുള്ളവരായാലും, ഈ ജനത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ദൈവ സാന്നിധ്യം മോശയ്ക്ക് ആവശ്യമാണ്.
ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ കൂടെ ആരെല്ലാം ഉണ്ടെങ്കിലും, എത്ര സപ്പോർട്ടേഴ്സ് ഇടത്തും വലത്തും നിന്നെന്ന് പറഞ്ഞാലും, ചില മണ്ഡലങ്ങളിൽ നിനക്ക് കയറിപ്പോകണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ആമേൻ. ചില ഏരിയകളിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പല വ്യക്തികൾ കാണും, നിന്റെ പിറകിൽ നിൽക്കാൻ ആൾക്കാർ കാണും, നിനക്ക് കാര്യങ്ങൾ ഗൈഡ് ചെയ്യാൻ ആൾക്കാർ കാണും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും ചില ഏരിയകളിൽ നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല. നിനക്ക് ജയിക്കണമെങ്കിൽ യഥാർത്ഥമായ ഒരു ദൈവ സാന്നിധ്യം വേണം. ആമേൻ. ഇത് മനസ്സിലാക്കിയ ദൈവം, ഹല്ലേലൂയ, ദൈവസ്ഥാനത്തിന്റെ വില ഇവന് നന്നായി അറിയാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് മോശ. എന്തുകൊണ്ടാണ് ഈ ദൈവസ്ഥാനത്തിന് വേണ്ടി മോശ ഇത്ര പിടിവാശി പിടിക്കുന്നത്? അതിന്റെ കാരണമാ ഞാൻ 4 കാര്യങ്ങൾ എഴുതി. ഒന്നാമത്തെ കാര്യം, Moses knew it was the God's presence that set them apart from all other nations. അവരെ സകല ജനങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവരോടുകൂടിയുള്ള ദൈവ സാന്നിധ്യമാണെന്ന് ആര് തിരിച്ചറിഞ്ഞു? ആ വാക്യം ഒന്ന് വായിച്ചേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ? നീ ഞങ്ങളുടെ കൂടെ പോരുന്നതിനാലല്ലയോ? ആ വായിച്ചേ. അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷത ഉള്ളവരായിരിക്കുമെന്ന് പറഞ്ഞു. ഉണ്ടോ? മറ്റുള്ളവരിൽ നിന്ന് നിന്നെ വിശേഷതയുള്ളതാക്കുന്നത് നിന്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യം. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നും നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താ? നമ്മുടെ കഴിവും നമ്മുടെ വിദ്യാഭ്യാസവും ശ്രേഷ്ഠതയൊന്നുമല്ല. മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തനാക്കുന്നത് നിന്നോട് കൂടിയുള്ള ദൈവ സാന്നിധ്യമാണ്. നീ പാർക്കുന്ന ദേശത്ത് ചുറ്റുപാടുകളുള്ള ഭവനങ്ങളിൽ നിന്ന് നിന്റെ ഭവനത്തെ വ്യത്യസ്തനാക്കുന്നത് നിന്റെ ഭവനത്തിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം ഭവനത്തിനകത്തുണ്ടെങ്കിൽ, ആ ദൈവ സാന്നിധ്യം നിന്റെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാ, നീ ചുറ്റുപാടുകളിൽ കാണുന്നതിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് നീ വ്യത്യസ്തനായിരിക്കും. ആമേൻ. ഇവിടെ മോശ പറയാണ്, സകല ജനങ്ങളിൽ നിന്നും ഞങ്ങൾ വ്യത്യസ്തത ഉള്ളതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഞങ്ങളോടൊപ്പമുള്ള ദൈവ സാന്നിധ്യമല്ലേ? The promised presence of God. വാഗ്ദത്തം ചെയ്യപ്പെട്ട ദൈവ സാന്നിധ്യം. നമ്പർ 2, Moses knew that it is the presence of God that led and guided them throughout their journey. മോശയ്ക്ക് നന്നായി അറിയാം, അവനോട് ദൈവം മിസ്രൈമിൽ പോയി ഫറവോനോട് പറയാൻ പറഞ്ഞ നിമിഷം മുതൽ, അല്ല, മിസ്രൈമിൽ നിന്ന് ജനത്തെ പിടിച്ചിറക്കിയ നിമിഷം മുതൽ അവന്റെ ഓരോ സ്റ്റെപ്പും നടത്തിയത്, അവനെ ഗൈഡ് ചെയ്തത് ഈ ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന് മോശയ്ക്ക് നന്നായി അറിയാം. തിരുവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, 13-13 അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, അല്ല, ദൈവത്തിന്റെ ദൂതഗണങ്ങൾ, ഹല്ലേലൂയ, മുൻപും പിൻപും ഇസ്രായേൽ ജനത്തിന്റെ മുൻപടയായി ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി അവരുടെ ചുറ്റുമുണ്ടായിരുന്നു. അവർ പാളയമറിയപ്പോൾ ശത്രു അവരെ സംഹാരിക്കാതിരിപ്പാൻ, അല്ല സ്തോത്രം, അവനും ശത്രുവിനും ഇടയിൽ നിന്ന് ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. സോ അവന് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്, അവരെ ഇന്ന് വരെ നടത്തിയതും അവരെ ഇന്ന് വരെ, അല്ല സ്തോത്രം, ഗൈഡ് ചെയ്തതും ഈ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് മോശയ്ക്കറിയാം, ഇതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ നടത്തിപ്പ്, അല്ല ദൈവസ്ഥാനത്തിന്റെ നടത്തിപ്പ് തിരിച്ചറിഞ്ഞവർക്ക് ഇതിന്റെ വില എന്തെന്ന് അറിയത്തുള്ളൂ. സ്തോത്രം. അപ്പൊ മോശയ്ക്ക് നന്നായി അറിയാം, എനിക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ അല്ല ദൈവ സാന്നിധ്യം വേണം. മൂന്നാമത്തെ കാര്യം, മോസസ് knew that their victory over the battle is because of the presence of God. ശത്രുവിന്മേലുള്ള ഒത്തിരി ശത്രുക്കളെ ഫേസ് ചെയ്തില്ലേ അവർ മുന്നോട്ട് വന്നേ? എത്ര ശത്രു രാജാക്കന്മാരെ അവൻ കീഴടക്കി, എത്ര രാജ്യങ്ങളോടും അവൻ യുദ്ധം ചെയ്തു. പക്ഷേ ഈ യുദ്ധങ്ങളെല്ലാം ജയിക്കുവാൻ അവനെ സഹായിച്ചത് അവനോടൊപ്പം ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യമാണ്. മോശയ്ക്ക് നന്നായി അറിയാം, ഇതില്ലാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നാലാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ. Moses knew that without the God's presence all his attempts was vain. അല്ല, അവൻ എന്തൊക്കെ ചെയ്താലും ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം ശൂന്യമാണെന്ന് അവനറിയാം. ദൈവസാന്നിധ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും പരാജയത്തിലേ ചെയ്യുന്ന അവസാനിക്കത്തുള്ളൂ. വചനം അതല്ലേ നമുക്ക് കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. മോശയുടെ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം അവൻ പോയി ഈ ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ട് ഇറങ്ങിച്ചെന്ന് ഒരുവനെ തല്ലിക്കൊന്നു, അല്ലേ? അന്ന് ദൈവം പറഞ്ഞിട്ടൊന്നും അല്ല പോയത്, ദൈവ സാന്നിധ്യം കൂടിയില്ലായിരുന്നു. സ്തോത്രം. അത് അവന് വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം പറഞ്ഞു കിട്ടപ്പോൾ ഇവന്റെ ഒറ്റ വടി മതിയായിരുന്നു അവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ. ഹല്ലേലൂയ. അവിടെ ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. പത്രോസ് നമുക്കറിയാം, മീൻ പിടിക്കാൻ കഴിവുള്ളവനാ. ആഴക്കടക്കിൽ എവിടെ മീൻ കിട്ടുമെന്നും എവിടെ വില വീശണമെന്നും നന്നായി അറിയാം. പക്ഷേ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് എന്ത് കിട്ടിയില്ല?
ഒന്നും കിട്ടിയില്ല. അതാ പിറ്റേന്ന് നാഥൻ പടകിൽ വന്നപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിന്റെ മധ്യത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ വല വീശി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പെരുത്ത മീൻകൂട്ടം കിട്ടി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അല്ല, സ്തോത്രം, കർത്താവിനെ കൂടാതെ, കർത്താവിന് സാന്നിധ്യമില്ലാതെ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും വിജയിക്കാൻ കഴിയത്തില്ല. നിന്റെ ജീവിതമാകട്ടെ, നിന്റെ കാരിയർ ആകട്ടെ, നിന്റെ മുന്നോട്ടുള്ള തലമുറയുടെ ജീവിതമാകട്ടെ, എന്ത് തന്നെയായാലും വിജയിക്കണമെങ്കിൽ ആ ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. മോശയ്ക്ക് നന്നായി അതറിയാം. അഞ്ചാമത്തെ കാര്യം, മോസസ് ന്യൂ വെൻ ഗോഡ്സ് പ്രസൻസ് ഈസ് ഇൻ their midst, no one can destroy them. അവനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയത്തില്ല എന്ന് മോശയ്ക്ക് നന്നറിയാം. എപ്പോഴാ? ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ. ഇന്ന് പകൽക്കാലം ഓർത്തോണം ദൈവമക്കളെ, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ജീവിതത്തിൽ ഈ ഒരു വാഗ്ദത്തം ചെയ്യപ്പെട്ട ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരു ശത്രുവിനും നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. ഒരു പൈശാചിക മണ്ഡലത്തിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ ഈ പിശാചിനെയൊക്കെ പേടിക്കുന്നത് എന്താണെന്നറിയാമോ? ഹലോ, പിശാചിനെ പേടിക്കുന്നത് എന്താ? പിശാചിനെ പേടിയുണ്ടോ? പിശാചിനെ പേടിയുണ്ടോ? ഒത്തിരി പേര് പറഞ്ഞ് പേടിയില്ലെന്ന്. പേടിയില്ലേ? ഇതിനകത്തൊരു ഭൂതം അളവണമെന്ന്. പേടിയുണ്ടോന്ന് അറിയണമെങ്കിൽ പിന്നെ പേടി അത് ഇങ്ങോട്ട് കയറുമെന്നാ പേടിയല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പിശാചിനെ പേടിയില്ലെന്നൊക്കെ പറയുന്നവര് പണ്ടൊരിക്കൽ ഒരു ശുശ്രൂഷകൾ, ആത്മീയ ശുശ്രൂഷകൾ, പുറകിൽ നിന്ന 2-3 നല്ല പെൺകുട്ടികൾ പോടായിരുന്നു. അവർ മുന്നോട്ട് വരത്തുമില്ല. എല്ലാ മീറ്റിങ്ങിലും ഇങ്ങനെ പുറകിൽ നിന്ന് സ്റ്റൈലൊക്കെ കാണിച്ച് നിൽക്കുക. സ്തോത്രം. ഒരു ദിവസം ദൈവദാസന്മാർ ഒരു 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 ശുശ്രൂഷയുള്ളൊരു ദൈവദാസൻ വന്ന് അന്ന് ശുശ്രൂഷിക്കുക. ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതറിയാമോ? ഇതിൻ്റെ ഇടയിൽ നിന്ന ഒരു സ്ത്രീക്ക് ഭൂതമിളകി. ഈ ഭൂതം ഇളകി ഇന്ന് നിന്നപ്പം ഈ ഭൂതം മറ്റേ ഈ പുറയിൽ നിന്ന ശൈലി കാണിച്ച് ഇതിനെ പുറകെ നിൽക്കുകയല്ലേ, ഈ ഭൂതം ചെന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും ചള്ളയ്ക്ക് ഒറ്റ അടി കൊടുത്തു. എന്നിട്ട് കയറിയില്ലടി, നിന്നെയൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. പുറകെ നിന്ന കൂട്ടം മുഴുവനും കൊണ്ടുവന്ന് ആ മുന്നിൽ കൊണ്ടുവന്നു. കാരണം എല്ലാവരും പേടിച്ചു പോയി, എല്ലാവർക്കും പേടിയായിപ്പോയി ഈ ഭൂതത്തെ. അപ്പം അടി കിട്ടുമെന്നുള്ള പേടി അകത്ത് കയറി അല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ഭൂതത്തെ പേടിയുണ്ട്. അതെന്താ? ജീവിതം ശരിയല്ലെങ്കിൽ പിന്നെ പേടിച്ചല്ലേ പറ്റൂ. സ്തോത്രം. ഇവിടെ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ എന്ത് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് ഈ കൂടുപാത്രമൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാ അല്ലേ? ഓ, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുപാത്രം, അത് കൂടുപാത്രമാണ്, അല്ലെങ്കിൽ ആഭിചാരം. പക്ഷെ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ അകത്തുണ്ടെങ്കിൽ വിശ്വാസം വേണം. ചുമ്മാതെ കളിക്കാൻ പോകരുത്, വിനയായി തീരും. പക്ഷെ വിശ്വാസമുണ്ടെങ്കിൽ, ആ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മെ തൊടത്തില്ല. ഇതിന് തൊടാൻ പറ്റത്തില്ല. കാരണം സ്തോത്രം, അവനറിയാം no one can destroy us if the God's presence is with us. ഈ ചിന്ത മോശയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് മോശ ദൈവസ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോൾ സ്തോത്രം, ഇവിടെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ അപേക്ഷ കേട്ടു. ഇത്രയും കാര്യങ്ങൾ മോശ പറയാ. ഇനി അതിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. എന്താ വായിച്ചേ? ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. മതി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇത്രയും കാര്യങ്ങൾ, സംഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ദൈവം അടുത്ത ഒരു മണ്ഡലത്തിലേക്ക് വരിക. 14-ാം വാക്യം. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. കണ്ടോ, ഇപ്പൊ മോശ പറഞ്ഞ കാര്യം കിട്ടി അല്ലേ? ഇതിനു വേണ്ടിയാ മോശ ഇത്രയും നേരം ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തിയത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വേണം. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഈ സാന്നിധ്യം എനിക്ക് വേണ്ടേ. ദൈവം വാഗ്ദത്തം ചെയ്തൊരു സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ യു ആർ സക്സസ്. നീ പരാജയപ്പെടത്തില്ല. നിന്റെ കുടുംബത്തെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരന്ധകാര മണ്ഡലത്തിനും നിന്റെ ജീവിതത്തെ താളടിയാക്കാൻ പറ്റത്തില്ല. ഇതാ മോശ ചോദിച്ചത്. എനിക്കൊന്നും വേണ്ടപ്പാ, നിന്റെ സാന്നിധ്യമല്ല എനിക്ക് വേണ്ടുന്നേ, എനിക്ക് എൻ്റെ പേര് വലാക്കുന്നതല്ല എനിക്ക് വേണ്ടുന്നേ, ഈ ജനത്തെ അല്ല എനിക്ക് വേണ്ടുന്നേ, എനിക്ക് വേണ്ടുന്നത് നിന്റെ സാന്നിധ്യമാണ്. This is what we wanted. ഇതാ നമുക്ക് വേണ്ടുന്നത് പ്രിയപ്പെട്ടവരെ. ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി മോശ ചോദിക്കുക. സ്തോത്രം. ഇത്രയും പറഞ്ഞപ്പോൾ ദൈവം പറയാ, മോശേ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ഹലോ, ഹല്ലേലൂയ. ഞാൻ
ബെനിഫിറ്റ്സിനെ കുറിച്ച് അടുത്ത ആഴ്ച ദൈവം വെച്ചാൽ പ്രസംഗിക്കാം. ദൈവ സാന്നിധ്യത്തിൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന്. സ്തോത്രം. ഇവിടെ കേട്ടോ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മോശയുടെ ഹൃദയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പേര് വലുതാക്കാന്ന് പറഞ്ഞു, വേണ്ട കർത്താവേ. ഈ ജനത്തെ നീ നയിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞു, വേണ്ട. ദൂതന്റെ സാന്നിധ്യം ഞാൻ വിട്ടേക്കാം, വേണ്ട. ഐ ജസ്റ്റ് വാണ്ട് യുവർ പ്രസൻസ്. ഐ വാണ്ട് യുവർ പ്രസൻസ്. ഇന്ന് പകൽക്കാലം ദിസ് ഈസ് വാട്ട് ഗോഡ് ഈസ്. ഇതാ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തേ. ഈ വാഗ്ദത്തത്തെ ആ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നേ. ലിറ്ററലി ദ പ്രോമിസ് പ്രസൻസ്. അതിനുവേണ്ടി മൽപ്പിടുത്തം നടത്തുക, അതിനുവേണ്ടി യാചിക്കുക. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നും ലഭിച്ചില്ലേലും ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വാഞ്ചിക്കണം. നമ്മൾ സങ്കീർത്തനക്കാരൻ വായിച്ചതുപോലെ നിന്റെ ആലയത്തിൽ പാർക്കാനുള്ളൊരു വാഞ്ച, നിന്റെ സന്നിധിയിൽ ഇരിക്കാനൊരു വാഞ്ച, നിന്റെ സന്നിധിയോട് ചേർന്ന് വസിക്കുന്ന ഒരു അനുഭവം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആ വാഞ്ചയുണ്ട്? ആ മോശ പറഞ്ഞു, മറ്റെല്ലാം നിനക്കൊരു നല്ല വീട് തരാം, വേണ്ട കർത്താവേ, വീടല്ല എനിക്ക് ആവശ്യം. നിന്റെ വാഹനത്തെ വലുതാക്കാം, വേണ്ട, എനിക്ക് അതല്ല ആവശ്യം. നിന്റെ തലമുറയെ ഞാൻ ഉയർത്താം, അല്ല ആവശ്യം. എനിക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാണ്, നിന്റെ സാന്നിധ്യമാണ്. ഇന്ന് പകൽക്കാലം ഇതിനു വേണ്ടി എത്ര പേര് ആഗ്രഹിക്കും? ഐ ജസ്റ്റ് വാണ്ട് യുവർ ലിറ്ററലി ദൈവത്തിൻ്റെ ആ സാന്നിധ്യം എന്നോ. അപ്പോൾ മാത്രമല്ല, സ്തോത്രം, ഇത്രയും മോശയ്ക്ക് സ്തോത്രം ഈ ജനത്തിനെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം വാഗ്ദത്തം നൽകി. പ്രസൻസ് ഓഫ് ഗോഡ്. അവിടെ കൊണ്ട് തീരുകയല്ല, അടുത്ത യോശുവയുടെ ജീവിതത്തിലേക്ക് വന്നേ. മോശയ്ക്ക് ശേഷം ജനത്തെ മുന്നോട്ട് നയിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ യോശുവ. സ്തോത്രം. അപ്പോൾ ഈ യോശുവയ്ക്കും ദൈവം ഈ വാഗ്ദത്തം കൊടുക്കുക. ഓക്കെ, അതിന്റെ 1-ാം അധ്യായം 5-ാം വാക്യം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ. കണ്ടോ, ഇപ്പൊ യോശുവയ്ക്ക് കൊടുക്കുന്ന വാഗ്ദത്തം കണ്ടോ? ഞാൻ മോശയോട് അയച്ച ദൂതനെ നിന്നോട് അയക്കുമെന്നല്ല പറഞ്ഞേ. ഹലോ, മോശയോടൊപ്പം അയച്ച ദൂതനെ അയക്കുമെന്നല്ല പറഞ്ഞേ. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. ദ പ്രോമിസ്, വാഗ്ദത്തത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. അതിൻ്റെ ആവർത്തന പുസ്തകം 31:7-8 വായിക്കുമ്പോൾ അവിടെയും ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രായേലും കാണുക അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ബലവും ധൈര്യവുമുള്ളവനായിരിക്കുക. യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോടുകൂടെ ചെല്ലും. അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. അവൻ നിന്നോട് കൂടെ ഇരിക്കും. ദൗത്യത്തിന് വേണ്ടി, ടാസ്കിന് വേണ്ടി നൽകപ്പെടുന്ന ദ പ്രോമിസ്. ഇവിടെ യോശുവയോട് പറയാ, നീ ഈ ജനത്തെ കൊണ്ടുപോകണം, ദേശം വിഭജിച്ചു കൊടുക്കണം, ഒക്കെ ചെയ്യണം. പക്ഷേ നിന്റെ കഴിവുകൊണ്ട് നടക്കത്തില്ല. എന്നോട് കൂടിയിരുന്ന ദൈവം, ആ ദൈവം തന്നെ നിനക്ക് മുന്നേ വരിക. സ്തോത്രം. ആ കർത്താവ് മോശയ്ക്ക് യോശുവയെ വിളിക്കുമ്പോൾ യോശുവയോട് പറയാ, അതിന് 9-ാം വാക്യം, 1-ാം അധ്യായം 9-ാം വാക്യം, നീ പോകുന്നിടത്തൊക്കെയും യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. മതി, നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. ദ പ്രോമിസ് പ്രസൻസ് ഓഫ് ഗോഡ് അത് യോശുവയോട് കൂടെ ഉണ്ടായിരുന്നു. യെശയ്യാപ്രവചനത്തിലേക്ക് വന്നാൽ 41-ാം അധ്യായം 10-ാം വാക്യം, ഇസ്രായേൽ ജനം പരദേശികളായി അടിമയായി പാർക്കുന്ന കാലഘട്ടത്തിൽ, സ്തോത്രം, അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യെശയ്യാവിൽ കൂടി പറയുന്നൊരു കാര്യമുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ചമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെ. ഇവിടെ യെശയ്യാവിൽ കൂടെ ഒരു വാഗ്ദത്തം ചെയ്യപ്പെടുന്ന ദൈവസാന്നിധ്യമാ. അതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ യെശയ്യാവിൽ കൂടി പറയാ, ഞാൻ നിന്നോട് കൂടിയിരിക്കും. എന്തിനു വേണ്ടിയാ? നീ ഭയപ്പെടേണ്ട. കാരണം ഭയമുണ്ട്, അല്ലേ? ഭയമുള്ളത് കൊണ്ട് പറയാ, നീ ഭയപ്പെടേണ്ട. ബലഹീനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, നീ ബലഹീനപ്പെട്ടു പോകത്തില്ല. നിന്ദിക്കപ്പെടുക എന്ന ഭയമുണ്ട്, നീ നിന്ദിക്കപ്പെടുകയില്ല. സഹായം ഇല്ലയോ എന്ന് നീ വ്യാകുലപ്പെടുന്നുണ്ടായിരിക്കാം, നീ ഭാരപ്പെടേണ്ട. എന്തെന്നാൽ എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ദൈവ സാന്നിധ്യം. There is nothing to fear because I am with you. In order to face your fear, the first thing to remember that God is with you. നമ്മുടെ ജീവിതത്തിൽ ഭയം വരുമ്പോൾ, ആകുല ചിന്തകൾ വരുമ്പോൾ,
വേദനകൾ വരുമ്പോൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം അല്ലെ പലവിധമായ നിലയിൽ നമ്മൾ ബലഹീനപ്പെട്ടു പോകും. ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ പല ദുഃഖ വാർത്തകൾ നമ്മെ ബലഹീനപ്പെടുത്തും. ഹല്ലേലൂയ. പല വാർത്തകൾ നമ്മെ നിരാശരാക്കും, നമ്മൾ ക്ഷീണിച്ചു പോകും. പക്ഷെ ഒറ്റ കാര്യം ഓർത്താൽ മതി, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 43-ന്റെ 5-ാം വാക്യവും അത് തന്നെ കാണുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. സ്തോത്രം. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ, 1:8 യിരെമ്യാവിനോട് ദൈവം പറയുന്നുണ്ട്. 1:8 അവിടെ എല്ലാം യിരെമ്യാവിന്റെ പുസ്തകത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ദ പ്രോമിസ് പ്രസൻസ് ഓഫ് ഗോഡ് കാണാം. വായിച്ചേ 1:8. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. മതി. 1:19. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലാതാനും, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. 15-20 ഈ വാക്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം. ഇവിടെ എല്ലാം എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കില്ല, നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. മതി. 30-11 നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. മതി. 42-11 നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട, നിങ്ങളെ രക്ഷിപ്പാനും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. 46-28 എന്റെ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. മതി. ഓരോ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആവർത്തിച്ചാവർത്തി ഒരിക്കൽ പറഞ്ഞാൽ പോരായിരുന്നു ദൈവ സാന്നിധ്യം. ദാറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എവരിവെയർ. ബട്ട് ഈച്ച് ടൈം വെൻ ഹി ഫിയർ, അതോ മനസ്സിലായോ? ഓരോ സന്ദർഭങ്ങളിൽ ഭയം വരുമ്പോൾ ഉടനെ കൊടുക്കുക ദ പ്രോമിസ്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ സമയങ്ങളിൽ ചലഞ്ചസ് വരുമ്പോൾ ഉടനെ കൊടുക്കുക പ്രോമിസ്. ഇതാ ദൈവമക്കളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ എന്നും കിട്ടിയ പ്രോമിസ് കൊണ്ട് ഇരിക്കരുത്. വെൻ യു സിറ്റ് ഡൗൺ, ചലഞ്ചസ് വരുമ്പോൾ, വേദന വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെ ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നീ പോലും അറിയാത്തൊരു ശബ്ദം നിന്റെ പിറകിൽ കേൾക്കും. ഐ ആം വിത്ത് യു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ഇത് ആവർത്തിച്ച് ദൈവം തന്റെ ജനത്തിന് നൽകുന്ന പ്രോമിസാണ് ഈ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ആമേൻ. അപ്പോ ഇത് എല്ലായ്പ്പോഴും ദൈവം കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. ജനം വ്യാകുലപ്പെടുമ്പോൾ, കഷ്ടതകളിലിരിക്കുമ്പോൾ, വേദനപ്പെടുമ്പോൾ, ശത്രുക്കൾ നിമിത്തം ഭയപ്പെടുമ്പോൾ, പ്രതികൂലങ്ങൾ, കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ, ഒത്തിരി നിരാശകൾ കയറി, അല്ലെ പല ചിന്തകളാൽ വ്യാകുലപ്പെട്ട് തകർന്നും ഇരിക്കുന്ന മണ്ഡലത്തിൽ നീ അകത്ത് കയറി ആരുമില്ലെങ്കിലും മുറിക്കകത്ത് കയറി കണ്ണുനീരൊഴിപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, അവിടെയും നിനക്കറിയാൻ കഴിയും ഈ വാഗ്ദത്തം നിന്റെ ചെവിയിൽ മുഴങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദൈവികമായ സാന്നിധ്യം. വേഗത്തിൽ മുന്നോട്ട് പോകുക. അവസാനമായി കർത്താവ് തന്റെ ശിഷ്യഗണത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. അതിന്റെ മത്തായിയുടെ സുവിശേഷം 28:20. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തു. മതി. എല്ലാ നാളും. ഇവിടെ ഒരു പെർമനന്റ് പ്രോമിസാണ് കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാഗ്ദത്തത്തെ ചിന്തിച്ച് ദൈവം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന കൽപ്പനയാ. എന്താണ് കൽപ്പന? ലോകത്തെല്ലായിടത്തും പോയി. ഓക്കെ. ആ കൽപ്പനയോട് ചേർത്ത് ദൈവം ഒരു പ്രോമിസും കൂടെ കൊടുക്കുക. ആ പ്രോമിസിന്റെ പ്രത്യേകത നോക്കണം. ദൈവം തന്റെ ഇന്ന് പുതിയ നിയമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രോമിസായത്. ശിഷ്യന്മാർക്ക് മാത്രമാണ് കൊടുത്തത്. ഇറ്റ് ഈസ് എവരിവൺ, എല്ലാവർക്കും ഉള്ളൊരു പ്രോമിസാ. ഈ പ്രോമിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രോമിസ്ഡ് പ്രസൻസ്, ഈ അവൻ കൊടുത്ത ഈ ദൈവ സാന്നിധ്യം, ഇറ്റ് ഈസ് എ പവർഫുൾ ആണ്. ഓൾ ദി അതോറിറ്റി, എല്ലാ അധികാരവും ഞാൻ നിങ്ങൾക്ക്. അപ്പോ അധികാരം നൽകപ്പെട്ട ഒരു ദൈവ സാന്നിധ്യം ഇത്. ആമേൻ. രണ്ടാമതായി ദ പ്രോമിസ് പ്രസൻസ് ഈസ് എ പേഴ്സണൽ. അവിടെ പറയുന്നു ഐ ആം, നത്തിങ് എൽസ്, ഒന്നുമല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നു? എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ദൈവ സാന്നിധ്യം. സ്തോത്രം. എ പ്രോമിസ് പ്രസൻസ്. മൂന്നാമത്തെ കാര്യം, പെർമനന്റ് പ്രസൻസ്. ഓൾവേസ്. ഹല്ലേലൂയ. സുഖകാലത്ത് മാത്രമല്ല, ദുഃഖത്ത് മാത്രമല്ല, താഴ്ചയിലല്ല, ഉയർച്ചയിലല്ല, മുള്ളിനകത്തല്ല, എവിടെയും wherever you go there is always the promised presence of God.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈ പ്രസൻസ് ഓഫ് ഗോഡിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, സ്തോത്രം. ശിഷ്യന്മാർ ദൗത്യം ഏറ്റെടുക്കുവാൻ അവർക്ക് നൽകുമ്പോൾ അവർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. ഇറ്റ്സ് എ പവർഫുൾ, ഇറ്റ് ഇസ് എ പേഴ്സണൽ, ഇറ്റ് ഇസ് എ പെർമനന്റ് പ്രസൻസ് ഓഫ് ഗോഡ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. എന്നാൽ കർത്താവ് അത്രയും നാള് അവരോട് കൂടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ വളരെ കംഫോർട്ടായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ കർത്താവ് അവരിൽ നിന്ന് അകലിയ. യോഹന്നാൻ 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യേശു അവരിൽ നിന്ന് പോകുന്ന ഒരു അനുഭവം വന്നു. ശിഷ്യന്മാർ ആകെ വ്യാകുലരായി. ഇനി ആരാ ഞങ്ങളുടെ കൂടെ ഉള്ളത്? കഴിഞ്ഞ 3.5 വർഷം ഇറങ്ങിത്തിരിച്ച നാൾ മുതൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഞങ്ങളെ പലരും നിന്ദിച്ചപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കാൻ അവനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഭക്ഷണം തരാൻ അവനുണ്ടായിരുന്നു. ഞങ്ങളെ മറ്റുള്ളവർ വിമർശിച്ചപ്പോൾ അതിനകത്ത് കയറി ഇടപെടാൻ എൻ്റെ യേശു ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് യേശു അവരിൽ നിന്ന് പോകുക. മാനുഷിക തലത്തിൽ വേദന ഉണ്ടാകുന്ന കാര്യമാണ്. ഈ സന്ദർഭത്തിൽ യേശു പറയാ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും ഇരിക്കേണ്ടതിന് ഞാൻ മറ്റൊരാളെ പറഞ്ഞയക്കാൻ പോകുക. സ്തോത്രം. വായിച്ചേ 14 അധ്യായം 16 17 വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആ വാക്ക് ശ്രദ്ധിക്കണം, ആ വാക്ക് ശ്രദ്ധിക്കണം. എപ്പോഴത്തേക്കാ? എങ്ങനെ? എന്നേക്കും, എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കണം. അപ്പൊ ഇന്ന് പകൽക്കാലം എന്നെ കംഫോർട്ട് ചെയ്യുന്നത് എന്നോട് ചേർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാ. എന്നെ ധൈര്യപ്പെടുത്തുന്നത് ഈ പരിശുദ്ധാത്മാവാ. നീ ക്ഷീണിക്കുമ്പോൾ നിന്റെ അരികെ വരുന്നത് ഈ പരിശുദ്ധാത്മാവാ. അതുകൊണ്ടാണ് ആത്മാവിൽ നമ്മൾ സന്തോഷിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആത്മാവിൽ നമ്മൾ ആരാധിക്കണമെന്ന് പറയുന്നത്. കാരണം ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നേക്കും നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഓർപ്പിച്ചതുപോലെ നിന്റെ സുഖകാലത്ത് മാത്രമല്ല, നിന്റെ വേദനയുടെ മധ്യത്തിലല്ല, നിന്റെ കഷ്ടതയിൽ അകന്നു നിൽക്കുന്ന ഒരു ദൈവസാന്നിധ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ നിന്റെ വേദനയെ അവൻ മാറി നിന്ന് തരും. അല്ല, അവർക്ക് ആശ്വസിക്കാൻ കഴിയുന്ന വാക്കുകൾക്ക് പരിധി ഉണ്ടെന്ന് വരും. അല്ല, അവർക്ക് പറയാൻ കഴിയുന്ന വാക്കുകൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ കഷ്ടതയിലും നിന്റെ രോഗത്തിലും നിന്റെ രോഗക്കിടക്കയിലും നിന്റെ ഞെരുക്കത്തിലും നിന്നോട് കൂടിയിരിക്കാമെന്ന് പറഞ്ഞ ഒറ്റ ഒരുവനേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാ. ഇന്ന് പകൽക്കാലം എത്ര പേര് ആ സാന്നിധ്യം തിരിച്ചറിയുന്നു? തിരിച്ചറിഞ്ഞ കരങ്ങളെ അടിച്ച് അല്പസമയം ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ആ മാനിഫെസ്റ്റ്, ആ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടൽ അനുഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. അല്ലെ, എത്ര പേർക്ക് ഇന്ന് പകൽക്ക് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. കർത്താവ് വാഗ്ദത്തം ചെയ്തത് ഒരു ദൂതനെ അല്ല. കർത്താവ് വാഗ്ദത്തം ചെയ്തത്, ഹല്ലേലൂയ, ചില ആൾബലമല്ല. ആമേൻ. ആൾബലമുണ്ടെങ്കിൽ നീ തകർന്നു പോയേനെ. ആമേൻ. എല്ലാ പ്രതീക്ഷയും അടച്ചുപോയ മണ്ഡലങ്ങൾ ജീവിതത്തിൽ വന്നില്ലേ? നിന്റെ സകല സ്വപ്നങ്ങളും തകിടം മറിയുമെന്ന് ചിന്തിച്ച നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഹല്ലേലൂയ. എൻ്റെ വഴികളെല്ലാം മുന്നിൽ അടഞ്ഞുവെന്ന് ചിന്തിച്ച അനുഭവം ജീവിതത്തിൽ ഉണ്ടായില്ലേ? എന്നാൽ അവിടെയൊക്കെ ഹല്ലേലൂയ നിന്റെ കൂടെ നിൽക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നിട്ടും അവർക്കൊന്നും നൽകി കഴിവാൻ കഴിയാത്ത ഒരു കംഫർട്ട്, ഒരു ആശ്വാസം എൻ്റെ കർത്താവ് നിന്റെ ഹൃദയത്തിൽ നൽകിയത് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും? മനുഷ്യന്റെ വാക്കുകൊണ്ട് കംഫോർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു ദിവ്യ ആശ്വാസം നിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകിയത്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിന് വേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നു? കർത്താവേ, മോശ പറഞ്ഞതുപോലെ എനിക്ക് ദൂതനെ അല്ല വേണ്ടുന്നേ, എനിക്ക് എൻ്റെ കൂടെയുള്ള അഹരോനെ അല്ല എനിക്ക് വേണ്ടുന്നേ, എന്റെ കൈയും ഇടത്തും വലത്തും പൊക്കി പിടിക്കാൻ അഹരോനൊരു ഹൂരിനല്ല വേണ്ടുന്നേ, എന്നോട് കൂടെ മലയിൽ കയറി വരുവാൻ ഒരു യോശുവയല്ല വേണ്ടുന്നേ. കർത്താവേ, I want you come with me.